6314 ദിവസങ്ങൾ നീണ്ട 17 വർഷത്തെ ലണ്ടനിലെ മഞ്ഞു പുതച്ച പ്രവാസത്തിനൊടുവിൽ ബംഗ്ലാദേശിന്റെ ആകാശം വീണ്ടും താരിഖ് റഹ്മാൻ എന്ന പേരിൽ വിറകൊള്ളുകയാണ്. 2025 ഡിസംബർ 25 ലോകം ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ധാക്കയിലെ തെരുവുകൾ ഒരു മനുഷ്യനെ വരവേൽക്കാനായി കടലായി മാറുകയായിരുന്നു. വെറുമൊരു നേതാവല്ല അയാൾ. ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാഗതയും നിർണ്ണയിക്കാൻ പോകുന്ന, ഇന്ത്യയുമായി പലപ്പോഴും കൊമ്പുകോർത്ത സിയ കുടുംബത്തിന്റെ ഏക അവകാശി. ലക്ഷക്കണക്കിന് ആളുകൾ വിമാനത്താവളത്തിലേക്ക് കാൽനടയായി ഒഴുകുന്നു. ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ കാവലിൽ താരിഖ് നീങ്ങുമ്പോൾ അവിടെ ഉയരുന്നത് വെറും മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് ഇന്ത്യയുടെ അതിർത്തികളിൽ വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. പക്ഷെ ഒരു കാര്യം ഈ പുതുശക്തികൾ ഓർക്കുന്നത് നന്നായിരിക്കും: ബംഗ്ലാദേശിന് ജന്മം നൽകിയ ഭാരതം ഇന്നും അവിടെയുണ്ട്. ഇന്ത്യയുടെ ഔദാര്യം കൊണ്ട് മാത്രം ഭൂപടത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യം. നന്ദികേട് കാണിച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നോക്കിയാൽ ആ നിമിഷം അവർ തകർന്നടിയും. ഈ വലിയ ചതിയുടെയും രാഷ്ട്രീയത്തിന്റെയും ചുരുളുകൾ നമ്മൾ ഇന്നിവിടെ അഴിക്കുകയാണ്. താരിഖ് റഹ്മാൻ തിരിച്ചെത്തിയത് വെറും ഒരു സന്ദർശനത്തിനല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ "എനിക്കൊരു സ്വപ്നമുണ്ട്" എന്ന പ്രസംഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ധാക്കയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു: എനിക്കൊരു പ്ലാൻ ഉണ്ട്. 2026 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ BNP വൻ വിജയം നേടുമെന്ന് ഉറപ്പാണ്. ഷെയ്ഖ് ഹസീന എന്ന ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തിനെ ഓടിച്ചുവിട്ടതിന് ശേഷം രൂപപ്പെട്ട രാഷ്ട്രീയ ശൂന്യതയിലേക്ക് താരിഖ് റഹ്മാൻ എന്ന ചാണക്യൻ ഇറങ്ങിക്കഴിഞ്ഞു. ഭാര്യ സുബൈദ റഹ്മാൻ, മകൾ സൈമ, പിന്നെ അവരുടെ വളർത്തുപൂച്ച സീബു എന്നിവർക്കൊപ്പം എത്തിയ താരിഖിന്റെ വരവ് ഒരു ഉത്സവമായിരുന്നു. ലണ്ടനിലെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് അയാൾ തിരിച്ചെത്തുമ്പോൾ പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ട്. ഇന്ത്യയോട് പണ്ട് കടുത്ത വിരോധം കാണിച്ച സിയ കുടുംബം വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് നിസ്സാരമല്ല. കൗതുകകരമായ സംഗതി, താരിഖ് റഹ്മാനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തിന് വധഭീഷണി മുഴക്കിയിരിക്കുന്നു. ജമാഅത്ത് നേതാവ് ഷഹരിയാൻ കബീർ പറയുന്നത് താരിഖ് റഹ്മാൻ ഇന്ത്യയുമായി രഹസ്യ ധാരണയുണ്ടാക്കിയെന്നാണ്. ഇന്ത്യയുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചാണ് താരിഖ് തിരിച്ചെത്തിയതെന്നാണ് അവരുടെ ആരോപണം. ഇവിടെയാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം പ്രകടമാകുന്നത്. ഒരു വശത്ത് BNPയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും അധികാരം പിടിക്കാൻ മത്സരിക്കുകയാണ്. ജമാഅത്തിയെ സംബന്ധിച്ച് താരിഖ് റഹ്മാൻ ഒരു മിതവാദിയായി മാറിയാൽ തങ്ങളുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്വപ്നം നടക്കില്ലെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഭാരതത്തെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. താരിഖ് റഹ്മാൻ തിരിച്ചെത്തിയതിനു പിന്നാലെ ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ദിബു ചന്ദ്രദാസ്, അമൃത് മണ്ഡൽ എന്നീ ഹിന്ദു സഹോദരങ്ങൾ അതിക്രൂരമായ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഹിന്ദുക്കൾക്ക് ലഭിച്ചിരുന്ന ചെറിയൊരു സുരക്ഷ പോലും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ത്യയോട് കരഞ്ഞു പറയുകയാണ്: ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ, അതിർത്തികൾ തുറന്നു തരൂ. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് BNP ഭരണത്തിന് കീഴിൽ കൂടുതൽ സ്വാധീനം ലഭിച്ചാൽ അത് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന്റെ അന്ത്യമായിരിക്കും. ഇന്ത്യ ഈ വിഷയത്തിൽ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ മതഭീകരത വളരുന്നത് ഭാരതം നിസ്സാരമായി കാണില്ല. ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയക്കാർ ഇന്ത്യക്കെതിരെ വികാരം ഇളക്കിവിട്ട് വോട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവർ അറിയാത്തൊരു സത്യമുണ്ട്. അതെന്തെന്നാൽ ഇന്ത്യ എന്നാൽ കേവലം ഒരു അയൽ രാജ്യം മാത്രമല്ല. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അതൊരു ജീവനാഡി കൂടിയാണ്. ബംഗ്ലാദേശിന്റെ വസ്ത്രവ്യാപാര മേഖലയും മറ്റ് കയറ്റുമതികളും ഇന്ത്യയിലൂടെയുള്ള ഗതാഗതത്തെയും ഇന്ത്യ നൽകുന്ന അസംസ്കൃത വസ്തുക്കളെയും ആശ്രയിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ചെറിയ ചരക്ക് നീക്കം ഇന്ത്യ നിർത്തിയാൽ ബംഗ്ലാദേശ് പിന്നെ പട്ടിണിയിലായിരിക്കും. പിന്നെ വൈദ്യുതിയും വെള്ളവും. ഇന്ത്യ നൽകുന്ന വൈദ്യുതിയിലാണ് ധാക്കയിലെ തെരുവുകൾ വെളിച്ചം കാണുന്നത്. ഇന്ത്യയിലെ നദികളാണ് അവിടെ കൃഷിഭൂമികളെ നനയ്ക്കുന്നത്. ഒരു ടീസ്റ്റാ കരാറിന്റെ പേരിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നവർ ഒന്ന് ഓർക്കണം: നിങ്ങളുടെ വെള്ളത്തിന്റെ താക്കോൽ ഇന്ത്യയുടെ കയ്യിലാണ്. ബംഗ്ലാദേശ് എന്നാൽ ഇന്ത്യ ലോക്ക്ഡ് രാജ്യമാണ്. 3 വശവും ഇന്ത്യയാൽ ചുറ്റപ്പെട്ടൊരു രാജ്യം. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയോട് യുദ്ധം ചെയ്യുക? ബംഗ്ലാദേശിലെ ഏത് കോണിലേക്കും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്കും കരസേനയ്ക്കും സാധിക്കും. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് ഒരു ഇരയേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അവർക്ക് മുമ്പിൽ കണ്ണടയ്ക്കുന്നത്. ബംഗ്ലാദേശ് സൈന്യം ചൈനീസ് ടാങ്കുകളെയും വിമാനങ്ങളെയും വിശ്വസിച്ച് ഇന്ത്യയോട് മുട്ടാൻ നോക്കിയാൽ അതൊരു വൻ ദുരന്തമായിരിക്കും. ഇന്ത്യയുടെ ലക്ഷക്കണക്കിന് വരുന്ന സായുധ സേനയ്ക്ക് മുന്നിൽ ബംഗ്ലാദേശിന്റെ ചെറിയ സൈന്യം വെറും മിനിറ്റുകൾ മാത്രമേ പിടിച്ചു നിൽക്കൂ. ബംഗാൾ ഉൾക്കടലിൽ ഒരു ചെറിയ നാവിക ഉപരോധം ഏർപ്പെടുത്തിയാൽ ബംഗ്ലാദേശിലേക്കുള്ള ഒരു കപ്പൽ പോലും വരില്ല. അവർക്ക് ഇന്ധനം ലഭിക്കില്ല, ആയുധം ലഭിക്കില്ല. ഇന്ത്യയുടെ റഫാലും സുഖോയിയും ആകാശത്ത് പറക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ പഴയ മിഗ് വിമാനങ്ങൾക്ക് നിലം തൊടാൻ പോലും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയുമായി ഒരു സംഘർഷം എന്നാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്നുള്ള തിരോധാനമായിരിക്കും. ഇത് ഭീഷണിയൊന്നുമല്ല, ഒരു യാഥാർത്ഥ്യം പറഞ്ഞുവെന്നേ ഉള്ളൂ. 1971 പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ കൊല്ലുകയും ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാൻ ഓടിയെത്തിയ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്, ഇന്ത്യൻ സൈന്യമാണ്. 3900 ഇന്ത്യൻ സൈനികർ ബംഗ്ലാദേശിന്റെ മണ്ണിൽ രക്തം ചിന്തിയാണ് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി നൽകിയത്, അവർക്ക് ജീവൻ നൽകിയത്.
ഇന്ന് ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന താരിഖ് റഹ്മാനും കൂട്ടരും ഇന്ത്യയെ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ അതിൽ പരം നന്ദികേട് വേറെയുണ്ടോ? ഒരു കാര്യം ഓർക്കുക, ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് ഇന്ത്യയാണെങ്കിൽ അത് സംരക്ഷിക്കാനും ഇന്ത്യക്കറിയാം, നശിപ്പിക്കാനും ഇന്ത്യക്കറിയാം. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് ഭരണകൂടത്തെയും നിലംപരിശാക്കാൻ ഭാരതത്തിന് നിന്ന് എളുപ്പത്തിൽ സാധിക്കും. ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇന്ത്യക്ക് വ്യക്തമായ ഒരു സന്ദേശമുണ്ട്: ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഒരു തീവ്രവാദിയെ പോലും കടത്തി വിടരുത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ വിഘടനവാദികൾക്ക് ബംഗ്ലാദേശ് മണ്ണിൽ സ്ഥലം നൽകിയാൽ അത് പഴയ ഇന്ത്യ ആകില്ല മറുപടി നൽകുക. സർജിക്കൽ സ്ട്രൈക്കുകൾ ബംഗ്ലാദേശിന്റെ മണ്ണിലും നടക്കാൻ ഇന്ത്യക്ക് ഒരു മടിയും ഉണ്ടാകില്ല. താരിഖ് റഹ്മാൻ ഒരു ബംഗ്ലാദേശ് ഫസ്റ്റ് നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊള്ളാം. പക്ഷെ ആ നയം ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണെങ്കിൽ ബംഗ്ലാദേശിന് അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ഇന്ത്യ ഒരു വലിയ ശക്തിയാണ്. ആ വലിയ ശക്തിയുടെ തണലിൽ നിൽക്കുന്നതാണ് ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിന് തൽക്കാലത്തേക്ക് നല്ലത്. ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു സത്യം ബാക്കിയാകും: ഇന്ത്യ ഒരു സമാധാന പ്രേമിയാണ്, പക്ഷേ ദുർബലനല്ല. താരിഖ് റഹ്മാന്റെ തിരിച്ചുവരവ് ആ രാജ്യത്തെ ജനാധിപത്യത്തിലേക്കാണോ അതോ നാശത്തിലേക്കാണോ നയിക്കുന്നതെന്ന് ലോകം നോക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ അല്ലെ? ഓർത്താൽ നന്ന്. ബംഗ്ലാദേശിലെ ഭരണാധികാരികളോട് എന്തായാലും ഭാരതത്തിന് ഒന്നേ പറയാനുള്ളൂ: ഞങ്ങളുടെ ഔദാര്യത്തെ ബലഹീനതയായി കണ്ടാൽ അതിർത്തിയിൽ വീഴുന്ന ഓരോ ഹിന്ദുവിന്റെയും ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഇന്ത്യക്ക് കരുത്തുണ്ട്. ഇന്ത്യയുമായി ശത്രുതയിലായാൽ നിങ്ങൾക്ക് ഇനി ഒരു രക്ഷകനുണ്ടാകില്ല. ഇത് നവഭാരതമാണ്, ശത്രുവിന്റെ കോട്ടയിൽ കയറി തകർക്കാൻ അറിയാവുന്ന ഭാരതം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? താരിഖ് റഹ്മാന്റെ വരവ് ഇന്ത്യക്ക് ഭീഷണിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.